ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരിശീലന പദ്ധതിയാണ്, ഒരു മീഡിയ സാക്ഷരതാ പദ്ധതി. അതിന്റെ പേര് സത്യമേവ ജയതേ എന്നാണ്. അപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ 2021 ജനുവരി മാസം ആരംഭിച്ച ഒരു പദ്ധതിയാണ് സത്യമേവ ജയതേ എന്നുള്ളത്. സമൂഹ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിന് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും അവബോധം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പദ്ധതിയാണ് സത്യമേവ ജയതേ എന്നുള്ളത്. അപ്പോൾ സത്യമേവ ജയതേ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. സമൂഹ മാധ്യമങ്ങളിലെ അസത്യ പ്രചരണങ്ങൾ തിരിച്ചറിയുന്നതിന് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും അവബോധം നൽകുന്നത് ലക്ഷ്യമിട്ട് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പദ്ധതിയാണ് സത്യമേവ ജയതേ എന്നുള്ളത്. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിദ്യാർത്ഥി പ്രതിഭാ ധനസഹായ പദ്ധതി. 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്ന് ബിരുദ പഠനം സ്തുത്യർഹമായ രീതിയിൽ പൂർത്തിയാക്കുന്ന സംസ്ഥാനത്തെ 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വിദ്യാർത്ഥി പ്രതിഭ ധനസഹായ പദ്ധതി എന്നുള്ളത്. അപ്പോൾ 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ താഴെയുള്ള കുടുംബങ്ങളിൽ മികച്ച ബിരുദ വിജയം നേടുന്നവർക്ക് അതിൽ 1000 പേർക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റാങ്കിംഗ് നടത്തുക. അതിൽ 1000 പേർക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാർത്ഥി പ്രതിഭ ധനസഹായ പദ്ധതി എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നിശ്ചല ദൃശ്യത്തെ പറ്റിയാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച നിശ്ചല ദൃശ്യമാണ് കയർ എന്നുള്ളത്. അപ്പോൾ 2021 റിപ്പബ്ലിക് ദിനത്തിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യമാണ് കയർ. 2021 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ. അതിന്റെ പേര് ഗ്രാമകം എന്നാണ്. ഓരോ നാടിന്റെയും സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി VPRP പ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ദാരിദ്ര്യ ലഘൂകരണ പ്ലാൻ തയ്യാറാക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ് ഗ്രാമകം എന്നുള്ളത്. അപ്പോൾ ഗ്രാമകം എന്ന ക്യാമ്പയിൻ ഒരു ദാരിദ്ര്യ ലഘൂകരണ പ്ലാൻ തയ്യാറാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തെ പറ്റിയാണ്. അപ്പോൾ ദേശീയ ഉദ്യാനത്തിന്റെ ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2021 ജനുവരിയിൽ ദേശീയ ഉദ്യാനത്തിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ വിജ്ഞാപനം ഇറക്കിയ കേരളത്തിൽ നിന്നുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനമാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2021 ജനുവരിയിൽ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മേധാവിയായിട്ട് നിയമിതയായിരിക്കുകയാണ് ADGP B സന്ധ്യ. അതുപോലെ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഇന്ത്യൻ കരസേനയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന്റെ പ്രഥമ മേധാവിയായിട്ട് നിയമിതനായിരിക്കുന്നത് മേജർ ജനറൽ ഗൌതം ചൌഹാനാണ്. അപ്പോൾ ഇന്ത്യൻ കരസേനയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന്റെ ആദ്യ മേധാവിയായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? മേജർ ജനറൽ ഗൌതം ചൌഹാനാണ്. ഇന്ത്യൻ കരസേന മേധാവി ആരാണ്? മേജർ മനോജ് മുകുന്ദ് നരവനെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ കേഡറ്റ് കോർപ്സ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിരിക്കുകയാണ് ലഫ്റ്റനന്റ് ജനറൽ തരുൺ കുമാർ ഐഷ്. അപ്പോൾ NCCയുടെ ഡയറക്ടർ ജനറലായിട്ട് 2021 ജനുവരിയിൽ നിയമിതനായിരിക്കുന്നത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ തരുൺ കുമാർ ഐഷ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരിക്കുന്നത് സഞ്ജീവ് ബാനർജിയാണ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2021 ജനുവരിയിൽ നിയമിതനായിരിക്കുന്നത് സഞ്ജീവ് ബാനർജിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷയിലെ സംബൽപൂർ എന്ന സ്ഥലത്തെ പറ്റിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM നിലവിൽ വരുന്നത് ഒഡീഷയിലെ സംബൽപൂരിലാണ്. അപ്പോൾ ഒരുപക്ഷെ IIM സംബൽപൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചേക്കാം. ഒഡീഷയിലാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശിലാസ്ഥാപനം നിർവഹിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലെ സംബൽപൂരിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയെ പറ്റിയാണ്. 143 വർഷങ്ങൾക്ക് ശേഷം
ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തിരുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. അപ്പോൾ തദ്ദേശവാസികൾക്കായിട്ട് 143 വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തിരുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. നാഷണൽ ആന്തം കമ്പോസ് ചെയ്തിരിക്കുന്നത്, ഓസ്ട്രേലിയയുടെ നാഷണൽ ആന്തം കമ്പോസ് ചെയ്തിരിക്കുന്നത് പീറ്റർ ഡോട്സ് മെക്കോർമിക് ആണ്. അപ്പോൾ 143 വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തിരുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ആ വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ വി ആർ യങ് ആൻഡ് ഫ്രീ എന്ന ഫ്രേസിന് പകരം ഫോർ വി ആർ വൺ ആൻഡ് ഫ്രീ എന്ന് തിരുത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം നമുക്കറിയാം കാൻബറയാണ്. ഓസ്ട്രേലിയയുടെ കറൻസി ഓസ്ട്രേലിയൻ ഡോളറാണ്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ തായ്ലൻഡിനെ പറ്റിയാണ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് എയർ സർവീസസിൽ, ആഭ്യന്തര വിമാന സർവീസുകളിൽ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ് തായ്ലൻഡിൽ. അപ്പോൾ ഡൊമസ്റ്റിക് എയർ സർവീസിൽ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട്, COVID-19 പടരുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ട് ആഭ്യന്തര വിമാന സർവീസുകളിൽ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം നിരോധിച്ച രാജ്യം തായ്ലൻഡാണ്. തായ്ലൻഡിന്റെ തലസ്ഥാനം ബാങ്കോക്ക് ആണ്. തായ്ലൻഡിന്റെ കറൻസി ബാട്ട് ആണ്. തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രയുത് ചാൻ ഓച്ചയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗ്ലാദേശ് സൈന്യത്തെ പറ്റിയാണ്. 2021 റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗമാണ് ബംഗ്ലാദേശ് സൈന്യം. ഇത് രണ്ടാമത്തെ തവണയാണ് ഒരു വിദേശ സേനാ വിഭാഗം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് പങ്കെടുത്തത് 2016 ഫ്രാൻസ് സേനാ വിഭാഗമായിരുന്നു. അപ്പോൾ 2021 റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സേനാ വിഭാഗം ബംഗ്ലാദേശ് സൈന്യമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാരിന് കീഴിലെ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സണായിട്ട് നിയമിതനായിരിക്കുകയാണ് സോമ മൊണ്ടൽ. അപ്പോൾ 2021 ജനുവരിയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സണായിട്ട് നിയമിതയായിരിക്കുന്നത് ആരാണ്? സോമ മൊണ്ടലാണ്. സെയിലിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അംഗീകാരമാണ്. ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റ് നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അസാമിൽ നിന്നുമുള്ള ദിലീപ് സൈക്കിയാണ്. അപ്പോൾ ഫെയിം ഇന്ത്യ ഏഷ്യ പോസ്റ്റ് നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ബെസ്റ്റ് ആക്റ്റീവ് MP, ബെസ്റ്റ് ആക്റ്റീവ് പാർലമെന്റേറിയൻ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ദിലീപ് സൈക്കിയാണ്. അദ്ദേഹം അസമിലെ മംഗൾദോയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ ആരംഭിച്ച തമിഴ് അക്കാദമിയെ പറ്റിയാണ്. തമിഴ്നാട്ടിലെ ഭാഷയും പൈതൃകവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച അക്കാദമിയാണ് തമിഴ് അക്കാദമി എന്നുള്ളത്. ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഭാഷയും പൈതൃകവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തമിഴ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതിലൊന്നാണ് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ 25 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയെ പറ്റിയാണ്. ICCയുടെ 3 ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും, ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ തന്നെ 2020ലും വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ ICCയുടെ 3 ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും 50 മത്സരം കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയാണ്. ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോനിയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ബാബർ അസമിനെ പറ്റിയാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് PCBയുടെ മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ബാബർ അസമാണ്. അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ PCBയുടെ മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ബാബർ അസമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് COVID-19 വാക്സിൻ ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ COVID-19 വാക്സിന്റെ ഡ്രൈ റൺ നടന്ന ദിനം എന്നാണെന്ന് ഒരുപക്ഷെ എക്സാമിന് ചോദിച്ചേക്കാം. ഇന്ത്യയിൽ COVID-19 വാക്സിന്റെ ഡ്രൈ റൺ നടന്ന ദിനം 2021 ജനുവരി മാസം 2-ാം തീയതിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വർഷവും ജനുവരി മാസം 4 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ദിനമാണ് വേൾഡ് ബ്രെയിലി ഡേ. ഇനിയൊരു വിയോഗമാണ്. 2021 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ശ്രീ ബൂട്ട സിംഗ്.
ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷന്റെ 2020 മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ജപ്പാനാണ് തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ബഹിരാകാശത്ത് വിക്ഷേപിക്കാൻ തീരുമാനിച്ച രാജ്യം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.